പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅഹുൽ ഹഖ് മിൻ ഇൻദിനാ ഖാലൂ ഇന്നാ ഹാദാ ലസാഹിറും മുബീൻ. അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും ഇത് സ്പഷ്ടമായ ജാലവിദ്യ തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് സത്യം വന്നെത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് സ്പഷ്ടമായ ജാലവിദ്യ തന്നെയാകുന്നു. സത്യം മനസ്സിലായി അവർക്ക്. മൂസ നബി പ്രവാചകൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വസ്തു, ഒരു മരത്തെപ്പറ്റി നമ്മൾ ആധികാരികമായി ചോദിക്കുക ഒരു ആശാരിനോടാണ്, അല്ലാതെ ഒരു പ്ലംബിംഗ് പണിക്കാരനോടോ അല്ലെങ്കിൽ മറ്റേ ഇൻഡസ്ട്രിയൽ ഇരുമ്പിൻ്റെ പണിക്കാരനോടോ അല്ല. മരത്തെപ്പറ്റി നമ്മൾ ചോദിക്കുക ഒരു ആശാരിയാണ്. ആശാരി പറയാം ഈ മരം പറ്റും, ഈ മരം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അവസാന വാക്കായിരിക്കും, അല്ലേ? നല്ലൊരു ആശാരി പറയാണ് ഈ മരം ഈട് നിൽക്കും, അല്ലെങ്കിൽ ഈ മരം വേഗം ചെതല് പിടിച്ചു പോകും എന്ന് പറയുകയാണെങ്കിൽ അത് അവസാന വാക്കാണ്. അതുപോലെ തന്നെ മൂസ നബി കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ, ലോകത്തുള്ള പല മജീഷ്യന്മാരെയും ഫിറൗൻ വിളിച്ചു വരുത്തി. അപ്പോൾ ഈ മജീഷ്യന്മാരൊക്കെ മൂസ നബിയുടെ കാൽക്കൽ വീണു, പറഞ്ഞു ഇതൊരിക്കലും മേജിക്കല്ല, ഇത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും അവസാന വാക്കാണത്. ശരി, ഒന്നോ രണ്ടോ അല്ല, ലോകത്തുള്ള പല നാനാഭാഗത്തുമുള്ള ഏറ്റവും പ്രഗത്ഭരായ മജീഷ്യന്മാരെയാണ് ഫിറൗൻ വിളിച്ചു കൊണ്ടുവന്നത്. അവരൊന്നടങ്കം മൂസ നബിയുടെ കാൽക്കൽ വീണു, പറഞ്ഞു ഇതൊരു മേജിക്കല്ല, ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. കാരണം ഞങ്ങൾ കയറ് കൊണ്ടും പിന്നെ ചില നാടകൾ കൊണ്ടും പാമ്പിൻ്റെ രൂപമുള്ള നാടകൾ കൊണ്ടും ശക്തിയായിട്ട് വടി കൊണ്ടും നമ്മൾ ശക്തിയായിട്ട് ഇളക്കുമ്പോൾ അത് പാമ്പായി തോന്നിക്കും. അത് കൺകെട്ട് വിദ്യയാണ്, കണ്ണിനെ നമ്മൾ ഭ്രമിപ്പിക്കുക. നമുക്കിപ്പോൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ പലതും കാണാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരിതുണ്ടായിരുന്നു മുമ്പ്. കാരണം ഒരു പാത്രം, ഒരു തെർമോക്കോളിൻ്റെ പാത്രം, അത് ഒരു തവണ നോക്കുമ്പോൾ എന്താവും, അത് പാത്രം തുറന്ന് വെച്ചതായി തോന്നും. അല്ല, ഭക്ഷണപാത്രം പണ്ട് ബ്രാഹ്മണന്മാരെ ഹോട്ടലൊക്കെ ഉണ്ടാവില്ല, സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഭക്ഷണം കഴിക്കാൻ ചോറ് കഴിക്കാനായിട്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രം, പിന്നെ കറിക്കായിട്ട് ചെറിയ ഓട്ടോട്ടമുള്ള പാത്രം, അങ്ങനത്തെ തെർമോക്കോളിൻ്റെ ഒരു പാത്രം സോഷ്യൽ മീഡിയയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലേക്ക് ഒരു തവണ നോക്കുമ്പോൾ പാത്രം തുറന്ന് വെച്ചതായി തോന്നും. പിന്നെ രണ്ടാമതും കണ്ണെടുത്ത് പിന്നെ നോക്കുമ്പോൾ ആ പാത്രം മറഞ്ഞു കിടക്കുന്നതായി തോന്നും. അങ്ങനെ ഇതുപോലെ തന്നെ ഇതുപോലത്തെ നമ്മളെ കണ്ണിനെ കബളിപ്പിക്കുന്ന പലതും കാണാം. അതുപോലെ തന്നെ നടക്കുന്ന വഴി വലിയൊരു കുഴിയായിട്ട് കരുതി ആൾക്കാർ ആ ചാടി പോകുന്നത് കാണാം. മനസ്സിലായി? ഒരു റോഡായിരിക്കും, റോഡിനാണ് വലിയൊരു കുഴി. അപ്പോൾ കുഴിയിൽ വീഴേണ്ടെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പുറത്തേക്ക് ചാടി പോകും. നോക്കുമ്പോൾ എന്താണ്, അത് കുഴിയല്ല, പെയിൻറ്റിങ് ആണ്. സമർത്ഥമായി പെയിൻറ്റിങ് വരച്ചിട്ടുണ്ട് കുഴിയുടെ രൂപത്തിൽ. അപ്പം കണ്ണിനെ കബളിപ്പിക്കുക, അതുപോലെ തന്നെ ഒരു കണ്ണിനെ കബളിപ്പിക്കലാണ് സാധാരണ മജീഷ്യന്മാർ ചെയ്യുക. പക്ഷെ മൂസ നബി ചെയ്തത് അതല്ല, യഥാർത്ഥ പാമ്പ് തന്നെയാണ്. മൂസ നബിയുടെ വടി താഴ്ത്തിടുമ്പോൾ അത് പാമ്പായി മാറുകയും വടിയുണ്ടാക്കിയ വടിയെയും കയറിനെ വിഴുങ്ങുകയും ചെയ്യും. വിഴുങ്ങുക എന്ന് വെച്ചാൽ അതിൻ്റെ സഞ്ചാരം മൂലം അതൊക്കെ വടിയായിട്ടും പാമ്പായിട്ടും തോന്നും. അവർ ഒരു വടിയും ഇടും, ഒരു കയറും ശക്തിയായിട്ട് ഇളക്കും. പാമ്പിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത കയറുകളിട്ട് ഇളക്കുമ്പോൾ അത് പാമ്പായി തോന്നും. പക്ഷെ മൂസ നബിയുടെ യഥാർത്ഥ പാമ്പ് തന്നെയാണ്. ഇടുന്ന മാത്രമേ പാമ്പായി മാറുകയും അങ്ങനെ ഈ പാമ്പ് മറ്റുള്ള കയറിൻ്റെ മുകളിൽ കൂടെയും വടിയുടെ മുകളിൽ കൂടെയും കഴിഞ്ഞപ്പോൾ അതെന്തായി, അതൊക്കെ ആ വടിയാണെന്നും കയറാണെന്നും ബോധ്യപ്പെട്ടു ജനങ്ങളൊക്കെ മൂസ നബിയിൽ വിശ്വസിച്ചു. അക്കൂട്ടത്തിൽ മജീഷ്യന്മാരും തോറ്റുപോയാൽ പിന്നെ എന്ത് ചെയ്യും, മൂസ നബി വിശ്വസിക്കുക തരമുള്ളൂ. മനസ്സിലല്ലേ? തോണി മറിഞ്ഞാൽ പിന്നെ പുറം ഭാഗമാണ് നല്ലത്. മനസ്സിലെ? തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല മൂസ നബി വിശ്വസിക്കാന്ന് കരുതി ചില ആൾക്ക് ഇപ്പം വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ലാതെ തന്നെ അവർക്ക് സത്യം മനസ്സിലാക്കിയിട്ടും അവർ വിശ്വസിച്ചിട്ടുണ്ടാവും. കാരണം ഏത് കലാകാരന്മാരിൽ നിന്ന് നന്മയുണ്ടാവും. നന്മയുള്ളവർ അല്ലെങ്കിൽ ധാർമ്മിക ബോധമുള്ളവരെ കലാകാരന്മാരാവുള്ളൂ. ഇപ്പം നമുക്ക് സിനിമ മേഖലയിലൊക്കെ ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലൊക്കെ അവരിൽ നന്മ കണ്ടെത്താൻ കഴിയും. നന്മയില്ലാത്തവരോ അവർക്ക് നല്ല കലാകാരന്മാരാവാനും കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ
നിഷ്കളങ്കരവുമായിരിക്കും നമുക്ക് കാണാൻ കഴിയും. പല സന്ദർഭങ്ങളിലും കഴിയുന്നതും പല കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തുന്നതും കാണാൻ കഴിയും. എല്ലാ ക്രൂരമായ ആളുകളൊന്നും സിനിമാ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല കലാകാരനാണോ അവർ, നല്ലൊരു ധാർമ്മിക ബോധവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ സത്യം എളുപ്പമായി കണ്ടെത്താൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ ഉടനെ എന്ത് ചെയ്തു? മൂസാ നബിയുടെ കാലിൽ വീണു, അള്ളാഹുവിൽ വിശ്വസിച്ചു. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഈ യാഥാർത്ഥ്യം സത്യം കണ്ടപ്പോൾ ശപിക്കപ്പെട്ട ഫിറോൻ എന്ത് ചെയ്തു? അത് വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു ഇത് ഇവരെല്ലാവരും സംഘടിച്ചാണ്, മനസ്സിലായി, ഇവരെല്ലാം ഒത്തുകളിച്ചാണ് എന്നെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് മൂസാ നബി ഫിറോൻ എന്ത് ചെയ്തു? പിന്നെ ഇവർക്ക് നടപടി എടുക്കുകയും ഇവരെ കൊല്ലാൻ വേണ്ടി ഭടന്മാരെ വിടുകയും, അങ്ങനെ അക്കൂട്ടത്തിൽ ഫിറോനും ഭടന്മാരെ പിന്നാലെ ഫിറോനും വിടുകയും, അങ്ങനെ അവർ നൈൽ നദിയിൽ മുങ്ങിച്ചാവുകയും ചെയ്തു. ചെങ്കടൽ നദിയിലാണോ അറിയില്ല, നദിയിൽ ചെങ്കടൽ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ അവരെ നദിയിൽ അള്ളാഹു മുക്കിക്കൊന്നു അവരെ. ഇതാണ് ഇങ്ങനെ അക്രമികളായിട്ടുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെയാണ് ശപിക്കപ്പെട്ട മോദിക്കും കാത്തിരിക്കാനുള്ളത്. ഏതായാലും ശപിക്കപ്പെട്ട മോദിയും അവൻ്റെ പാട്ടും കാലങ്ങളെ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൂടെ തട്ടിപ്പ് നടത്തി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശപിക്കപ്പെട്ട മോദിയും അവൻ്റെ പാർട്ടിയും എത്രയും വേഗം നശിച്ചു കിട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലൊരു ഭരണം ഇനി അഭിജിത്തിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ രാഹുലിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണാധികാരിയെ നമുക്ക് ലഭിക്കുവാൻ, നീതിമാനായ ഭരണാധികാരിയെ ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.